Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Structure of Indian Money Market, especially Organized Banking Sector, from the subject Financial Services for BBA Semester 3 students of the Kerala University. When we study the structure of Indian money market, we understood that it consists of unorganized banking sector and organized banking sector. In lecture 10, while studying structure of Indian money market, we already learned about unorganized banking sector. Here in this lecture, we study about organized banking sector, which is a part of the Indian money market. So let us see what is an organized banking sector. Organized banking sector consists of Reserve Bank of India, the State Bank of India and its 7 subsidiaries, 19 nationalized banks, the other joint stock banks including commercial banks, cooperative banks, regional rural banks, special institutions like LIC, UTI, IDBI, SFCs, NABARD, Exim Bank, DFHI, non-banking companies, quasi-government bodies and large companies which supply funds in the money market through banks. Reserve Bank of India or RBI is the central bank and the monetary authority of our country. So, RBI is the leader of Indian money market. ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ ഭാഗങ്ങളാണ് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ, ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ, സബ് മാർക്കറ്റ്സ് ഇവയെല്ലാം. ഇതിൽ 10ാമത്തെ ലെക്ചറിൽ നമ്മൾ ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ ഘടനയെക്കുറിച്ച് അഥവാ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചപ്പോൾ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിനെ കുറിച്ചാണ് പഠിച്ചത്. ഇവിടെ ഈ 11ാമത്തെ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ 7 സബ്സിഡറീസ്, 19 നാഷണലൈസ്ഡ് ബാങ്ക്സ്, മറ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്കുകൾ, കമേഴ്ഷ്യൽ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, പിന്നെ സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SFCs, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, NABARD, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, DFHI, ഡിസ്കൗണ്ട് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ, നോൺ ബാങ്കിങ് കമ്പനീസ്, ക്വാസി ഗവൺമെൻറ് ബോഡീസ്, ഗവൺമെൻറ് ബോഡീസ് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനമെന്ന് കണക്കാക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ, നോൺ ബാങ്കിങ് കമ്പനീസ്, ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾ, കൂടാതെ വലിയ കമ്പനീസ്, അതായത് മണി മാർക്കറ്റിൽ ബാങ്കുകൾ മുഖാന്തരം ഫണ്ട് സപ്ലൈ ചെയ്യുന്ന മറ്റു വലിയ കമ്പനികൾ, ഇവയെല്ലാം ചേരുന്നതാണ് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ റിസർവ് ബാങ്ക് തുടങ്ങി ഇപ്പോൾ ഈ മണി മാർക്കറ്റിൽ ഫണ്ട് സപ്ലൈ ചെയ്യുന്ന, ബാങ്കുകൾ മുഖാന്തരം ഫണ്ട് സപ്ലൈ ചെയ്യുന്ന ലാർജ് കമ്പനീസ് വരെയുള്ള എല്ലാ സ്ഥാപനങ്ങളും, ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കുകളും ഒക്കെ ചേരുന്നതാണ് നമ്മുടെ മണി മാർക്കറ്റിലെ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്ക്, കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നതും അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ സാമ്പത്തിക കാര്യങ്ങളുടെ അവസാന വാക്ക് അല്ലെങ്കിൽ അതിൻ്റെ അധികാര സ്ഥാപനം എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, അപ്പെക്സ് ബാങ്കാണ്, കേന്ദ്ര ബാങ്കാണ്. അപ്പോൾ ഈ മണി മാർക്കറ്റിൻ്റെയും ലീഡർ എന്ന് പറയുന്നത് RBI തന്നെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഈ മണി മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നയിക്കുന്ന മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കുകളും ഒക്കെ അടങ്ങിയ ഒരു മേഖലയാണ് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. Now let us discuss about the participants in money market. Money market consists of lenders and borrowers. First of all, let us discuss about lenders.
These are the entities with surplus lendable funds like banks, mutual fund corporate entities with bulk lendable resources of minimum of rupees 3 crores per transaction, and financial institutions. Second participant, borrowers. These are entities with deficit funds and include the ones as above. അപ്പം നമ്മളിവിടെ കണ്ടത് മണി മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ മണി മാർക്കറ്റിൽ ഉൾപ്പെടുന്ന പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ലെൻഡേഴ്സും ബോറോവേഴ്സാണ്. പണം കടം കൊടുക്കുന്നവരും പണം കടം മേടിക്കുന്നവരും. അപ്പം ഇതിൽ ലെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ തങ്ങളുടെ കൈവശം സർപ്ലസ് ലെൻഡബിൾ ഫണ്ട്സ് ഉള്ളവരെയാണ് ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് അധികമായിട്ട് പണം കടം കൊടുക്കാൻ കൈവശമുള്ളവരെ ലെൻഡേഴ്സ് എന്ന് പറയും. അതിൽ കമേഴ്ഷ്യൽ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ ഇവയൊക്കെ ഉൾപ്പെടും. മാത്രമല്ല മ്യൂച്വൽ ഫണ്ട് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഉൾപ്പെടുന്നുണ്ട്. അവർക്ക് മ്യൂച്വൽ ഫണ്ട് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ അവരുടെ മിനിമം ഒരു ട്രാൻസാക്ഷൻ 3 കോടി വരെ ലെൻഡബിൾ റിസോഴ്സസ് ഉള്ള മ്യൂച്വൽ ഫണ്ട് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്, അതേപോലെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവയെല്ലാമാണ് മണി മാർക്കറ്റിലെ ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ കൈവശം സർപ്ലസ് ലെൻഡബിൾ ഫണ്ട്സ് ഉണ്ടായിരിക്കും. ഈ ബോറോവേഴ്സ് എന്ന് പറയുന്നത് ആരുടെ കൈവശമാണോ ഫണ്ട് ഇല്ലാത്തത്, കുറവ് അനുഭവപ്പെടുന്നത്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ടിൻ്റെ കുറവ് അനുഭവപ്പെടുന്ന ഡെഫിസിറ്റ് ഫണ്ട്സ് ഉള്ളവരെയാണ് ബോറോവേഴ്സ് എന്ന് പറയുന്നത്. അവരായിരിക്കും മറ്റുള്ളവരുടെ നിന്ന് കടമെടുക്കുന്നവർ. എപ്പോഴും പൈസയ്ക്ക് കുറവുള്ളവരാണ് കടമെടുക്കുന്നത്. അവരിലും ഈ മുകളിൽ പറഞ്ഞ ഈ ബാങ്കുകൾ, കമേഴ്ഷ്യൽ ബാങ്കായാലും കോപ്പറേറ്റീവ് ബാങ്കായാലും പ്രൈവറ്റ് ബാങ്ക്, ഇവർക്ക് ഫണ്ട് ഇല്ല എങ്കിൽ, ഡെഫിസിറ്റ് ഫണ്ട്സ് ആണെങ്കിൽ അവർ ബോറോവേഴ്സ്. ഇനി സർപ്ലസ് ഫണ്ട്സ് ആണുള്ളതെങ്കിൽ അവർ ലെൻഡേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആയാലും കോപ്പറേറ്റീവ് ബാങ്ക്സ് ആയാലും പ്രൈവറ്റ് ബാങ്ക്സ് ആയാലും മ്യൂച്വൽ ഫണ്ട് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയാലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും അവർക്ക് ഡെഫിസിറ്റ്സ് ഫണ്ട്സ് ആണ് ഉള്ളതെങ്കിൽ അവരെ ബോറോവേഴ്സ് എന്നും, അവർക്ക് സർപ്ലസ് ലെൻഡബിൾ ഫണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ ലെൻഡേഴ്സ് എന്നും വിളിക്കുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. Now let's see players or organizations in money market. Money market is dominated by a small number of large players. The Reserve Bank of India is the most important constituent of Indian money market. Some important players in the money market are government, Reserve Bank of India, Discount and Finance House of India, banks, financial institution, corporate firms, mutual funds, non-banking financial companies, primary dealers, Securities Trading Corporation of India, provident funds, public sector undertakings or PSU. Assignment questions for you. First question, name some of the players or organizations in money market. Second question, what do you mean by organized banking sector? I hope all of you have understood the topic. Organized banking sector, participants in money market, players and organizations in money market, etc. quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.